അല്ലാഹുവേ പ്രപഞ്ച സൃഷ്ടാവായ പടച്ചവനെ കാരുണ്യക്കടലായ അല്ലാഹ് ഒരുപാട് പേര് നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഭവനമില്ലാത്തവരുണ്ട്, രോഗികളുണ്ട്, ദാരിദ്ര്യം കൊണ്ട് വലയുന്നവരുണ്ട്, നിത്യജീവിതത്തിന്റെ മാർഗമില്ലാത്തവരുണ്ട്. അല്ലാഹുവേ നിന്റെ ഫضലും നിന്റെ അനുഗ്രഹങ്ങളും ധാരാളം വിശാലമാണ് അല്ലാഹ്. എല്ലാ അനുഗ്രഹങ്ങളും അവർക്ക് നീ നൽകണേ പടച്ചവനെ. റഹ്മാനായ റബ്ബേ, നീ എത്ര തന്നാലും ഞങ്ങൾക്ക് മതിയാകില്ല റഹ്മാനേ. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു പടച്ചവനെ. അല്ലാഹുവേ നീയാണ് ഞങ്ങളെ സൃഷ്ടിച്ചത് അല്ലാഹ്. ജീവിതകാലം മുഴുവൻ ഞങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ റഹ്മാനായ റബ്ബേ ആഫിയത്തുള്ള ആരോഗ്യമുള്ള സമ്പത്ത് സമൃദ്ധമായ ഒരു ജീവിതം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ദാരിദ്ര്യങ്ങളെ തൊട്ട് കാക്കണേ പടച്ചവനെ. ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ നിന്റെ പരിശുദ്ധ ഖുർആനുകളും അദ്കാറുകളും സലവാത്തുകളെല്ലാം മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ നമ്മൾ അമൽ ചെയ്തിട്ട് നിന്നോട് ഞങ്ങൾ ചോദിക്കുമ്പോൾ നീ അതിന്റെ എല്ലാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ സർവ്വ മുറാദുകളും ഹാസിലാക്കി തരണേ പടച്ചവനെ. സർവ്വ ഉദ്ദേശങ്ങളും ഞങ്ങൾക്ക് നിറവേറ്റി തരണേ അല്ലാഹ്. അതുപോലെ പടച്ചവനെ ഒരുപാട് പേര് നിങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരാരെയും നിരാശപ്പെടുത്തില്ല അല്ലാഹ്. അവരെ മുഴുവൻ ഹലാലായ ഉദ്ദേശങ്ങളും നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ പടച്ചവനെ ഞങ്ങൾക്കൊക്കെ സമ്പത്തുകൾ തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. അതോടൊപ്പം നീ ഞങ്ങൾക്കൊരു മനസ്സ് തരണേ. ഈ കിട്ടുന്ന സമ്പത്തുകൾ നിന്റെ മാർഗ്ഗത്തിന് വേണ്ടി നിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കാനുള്ള ഒരു സമ്പത്തും ഒരു മനസ്സും നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഒരുപാട് ആഗ്രഹമുള്ളവരുണ്ട്. എന്റെ കയ്യിൽ അല്പം പൈസ കിട്ടിയിരുന്നെങ്കിൽ പാവപ്പെട്ടവരെയും അനാഥകളെയും സാധുക്കളെയും അങ്ങനെ ആരൊക്കെ ഭൂമിയിൽ കഷ്ടപ്പെടുന്നോ അവരെയൊക്കെ സഹായിക്കാൻ മനസ്സുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. പടച്ചവനെ അവരിലേക്കെല്ലാം നീ സമ്പത്തുകൾ ധാരാളം എത്തിക്കണേ റഹ്മാനേ. ആമീൻ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും ഖേദങ്ങളും ദുഃഖങ്ങളും മാറിപ്പോകാൻ വേണ്ടി ഒരുപാട് അമൽ അല്ലാഹു റസൂൽ പറഞ്ഞു തന്നിട്ടുണ്ട്. പല സഹാബത്തും റസൂലുള്ളാഹിനെ കണ്ടപ്പോൾ അല്ലാഹുവിന്റെ ഹബീബേ ജീവിതത്തിൽ വിഷമവും പ്രയാസമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് ഓരോ അമൽ പറഞ്ഞു കൊടുക്കുകയും അവരത് ചെയ്യുകയും അവർ അത് വലിയ വിജയങ്ങൾ കൈവരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ അമലുകളൊക്കെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്നത് ഈ ഭൂമിയിൽ ലോകാവസാനം വരെയുള്ള മുഅ്മിനീങ്ങൾക്കും ഇൻഷാ അല്ലാഹ് അത് ഉപകാരപ്പെടുന്നതാണ്. അങ്ങനെയുള്ള ഒരു അമലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ഒരു സഹാബി വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ വീട്ടിൽ വലിയ ദാരിദ്ര്യമാണ്. ഒരു ഭക്ഷണത്തിന് പോലും വകയില്ല, ഒരു ജോലിയില്ല, വളരെ ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. അപ്പോൾ തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ മറ്റൊരാൾ വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, വീട്ടിൽ വലിയ മുസീബത്താണ്. ശരീരങ്ങൾ മുറിഞ്ഞു പോകുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങുമ്പോൾ തട്ടി മുറിയുകയൊക്കെ ചെയ്യുന്നു. വീട്ടിൽ വളർന്ന മൃഗങ്ങൾ മരണപ്പെട്ടു പോകുന്നു. ഒരു ഖൈർ വീട്ടിലില്ല യാ റസൂലല്ലാഹ്. ഇപ്പോഴും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളുമാണ്. മറ്റൊരാൾ വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്. അപ്പൊ ഈ രണ്ട് പ്രയാസങ്ങൾ പറഞ്ഞ ആൾക്കാർക്ക് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ പ്രഭാതത്തിൽ പറയണം. ആ വന്ന രണ്ട് സഹാബത്തിനോട് ഖേദങ്ങൾ പറഞ്ഞവരോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിങ്ങൾ പ്രഭാതത്തിൽ നിങ്ങൾ രണ്ടുപേരും പറയണം, ബിസ്മില്ലാഹി അലാ നഫ്സി വഅഹ്ലി വവാലി, ബിസ്മില്ലാഹി അലാ നഫ്സി വഅഹ്ലി വവാലി, ബിസ്മില്ലാഹി അലാ നഫ്സി വഅഹ്ലി വവാലി, ബിസ്മില്ലാഹി അലാ നഫ്സി വഅഹ്ലി വവാലി എന്ന് അല്ലാഹുവിന്റെ റസൂൽ ആ രണ്ട് വ്യക്തികളോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്. അത് രണ്ടുപേരും നബിയെ, ഒരാള് ഭക്ഷണത്തിന് പോലും വകയില്ല, വളരെ ദാരിദ്ര്യമാണ്. മറ്റേയാള് നബിയെ ഭവനത്തിൽ എപ്പോഴും അപകടങ്ങളാണ്, അങ്ങോട്ട് നോക്കിയാൽ ശരീരം മുറിയുന്നു, മറിഞ്ഞു വീഴുന്നു, അതുപോലെ തന്നെ നാൽക്കാലി മൃഗങ്ങളൊക്കെ മരണപ്പെട്ടു പോകുന്നു എന്നൊക്കെ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോൾ
അല്ലാഹുവിന്റെ റസൂൽ അവർ രണ്ടിനും പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ പ്രഭാതമായാൽ ബിസ്മില്ലാഹി അലാ നഫ്സി വഅഹ്ലി വമാലി, ബിസ്മില്ലാഹി അലാ നഫ്സി വഅഹ്ലി വമാലി, ബിസ്മില്ലാഹി അലാ നഫ്സി വഅഹ്ലി വമാലി എന്ന് പറയണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ അവർ രണ്ടുപേരും ഈ വിഷമങ്ങൾ പറഞ്ഞ രണ്ടുപേരും അല്ലാഹുവിന്റെ റസൂലിനെ ദിവസങ്ങൾ കഴിഞ്ഞ് കണ്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഞങ്ങളോട് പറഞ്ഞ ആ ദിക്ർ ഞങ്ങൾ പതിവാക്കിയപ്പോൾ അല്ലാഹു വലിയ വലിയ വിജയങ്ങൾ തന്നു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അല്ലാഹു വലിയ വിജയങ്ങൾ ഞങ്ങൾക്ക് തന്നു എന്ന് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരരെ, നിങ്ങൾ മനസ്സിലാക്കണം, ഉത്തരവിധങ്ങൾ പറഞ്ഞു കൊടുത്ത ആ ദിക്ർ ആ രണ്ടുപേരും ചൊല്ലുകയും അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും മാറിപ്പോവുകയും ഭവനങ്ങളിൽ സന്തോഷവും അനുഗ്രഹങ്ങളും സമ്പത്തും വരുകയും ചെയ്തു. അപ്പോൾ ഈ ദിക്റുകളൊക്കെ നമ്മൾ ചൊല്ലണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്ത ദിക്റുകൾ നമ്മളും ചൊല്ലിയാൽ അല്ലാഹു നമ്മുടെ ഭവനങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ അല്ലാഹു മാറ്റിയിട്ട് അനുഗ്രഹങ്ങൾ കൊണ്ടുവരുന്നതാണ്. അതുകൊണ്ട് പ്രഭാതത്തിൽ നിങ്ങൾ ഈ ദിക്ർ മറക്കല്ലേ ഒരിക്കലും. നമ്മൾ പ്രഭാത ദിക്ർ എന്ന് പറഞ്ഞ് പ്രഭാത ദിക്റുകൾ എന്ന് പറഞ്ഞ് നമ്മളൊരു വീഡിയോയിൽ ചെയ്യാറുണ്ട്. അതൊക്കെ നിങ്ങൾ കാണുകയും കൂടെ നിങ്ങൾ ആ ദിക്റുകൾ ചെല്ലാൻ സമയങ്ങൾ കണ്ടെത്തണം. വലിയ വലിയ അനുഗ്രഹങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് കൊണ്ടുതരുന്നതാണ്, നിസ്സാരമായി കാണരുത്. ഉത്തരവിധങ്ങൾ പറഞ്ഞ ദിക്റുകളും അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനും സലവാത്തുകളും സലാത്തുകളും നിങ്ങൾ നിത്യമായി നിങ്ങൾ ഇതൊക്കെ അനുഷ്ഠിച്ചു വരവേ, ചൊല്ലി വരവേ അല്ലാഹു വലിയ വലിയ അനുഗ്രഹങ്ങൾ ചെയ്യുന്നതാണ്. പടച്ചവനെ, ഞങ്ങൾ ചെല്ലുന്നത് കാറുകൾ നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഈ ദിക്റുകൾ നീ സ്വീകരിക്കണേ പടച്ചവനെ. ഇരുലോക വിജയികളെ ഓട്ടത്തിൽ ഞങ്ങൾ നീ എത്തിക്കണേ അല്ലാഹ്. ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളെ തൊട്ടും വിപത്തുകളെ തൊട്ടും ഞങ്ങളെ കാക്കണേ അല്ലാഹ്. എല്ലാ മേഖലകളിലും ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ വീഡിയോകൾ കാണുകയും പരസ്പരം ഷെയർ ചെയ്യുകയും അല്ലാഹുവേ അതനുസരിച്ച് അമൽ ചെയ്യുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളുണ്ട് അല്ലാഹ്. അവർക്കൊക്കെ നീ സർവ്വ അനുഗ്രഹങ്ങളും നൽകണേ അല്ലാഹ്. ആപത്തുകളെ തൊട്ടവരെ കാക്കണേ അല്ലാഹ്. അനുഗ്രഹങ്ങളുടെ വഴികൾ നീ വിശാലമാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളുണ്ട് അല്ലാഹ്. അവിടെ രോഗങ്ങൾ ശിഫയാക്കണേ പടച്ചവനെ. എത്രയോ സഹോദരങ്ങൾ രോഗികളായി ഹോസ്പിറ്റലുകളിലാണ്. സന്തോഷത്തോടെ ഭവനങ്ങളിൽ വരാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ വിവാഹപ്രായമെത്തിയ മക്കളുണ്ട് അല്ലാഹ്. സാലിഹീങ്ങളായ ഇണകൾ അവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. എത്രയോ പേര് ജോലിയില്ലാത്തവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് അല്ലാഹുവേ. നീ അനുയോജ്യമായ ജോലി നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ കച്ചവടക്കാരുണ്ട് അല്ലാഹ്. കച്ചവടത്തിൽ ബർക്കത്ത് ചൊരിയണേ പടച്ചവനെ അല്ലാഹുവേ. കാരുണ്യവാനായ റബ്ബേ, പടച്ചവനെ, ദാരിദ്ര്യം കൊണ്ട് വരുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് അല്ലാഹ്. നീ ദാരിദ്ര്യങ്ങൾ മാറ്റണേ അല്ലാഹ്. സമ്പത്തിന്റെ വഴികൾ നിങ്ങൾക്ക് വിശാലമാക്കി തരണേ അല്ലാഹ്. അനുഗ്രഹങ്ങളുടെ വഴികൾ നിങ്ങൾക്ക് വിശാലമാക്കി തരണേ അല്ലാഹ്. ആ പടച്ചവനെ, ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ചെയ്തിട്ടുണ്ടോ അതെല്ലാം നീ നിലനിർത്തണേ പടച്ചവനെ അല്ലാഹുവേ. ഞങ്ങൾക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ നൽകിയിട്ടുണ്ടോ അതിലെല്ലാം ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഞങ്ങളുടെ ശരീരങ്ങളിൽ ബർക്കത്ത് ചൊരിയണേ പടച്ചവനെ. കിഡ്നി രോഗം, ഹാർട്ട്, ബ്രെയിൻ ട്യൂമർ, ക്യാൻസർ പോലുള്ള മാരകമായ രോഗത്തെ തൊട്ട് ഞങ്ങളെ കാക്കണേ പടച്ചവനെ. റഹ്മാനായ റബ്ബേ, ഇതെന്ന വലിയ അനുഗ്രഹമാണ് അല്ലാഹ്. ഞങ്ങളുടെ സന്താനങ്ങൾ നീ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. അപകടങ്ങളിൽ നിന്ന് അവരെ ഞങ്ങളെ നീ കാക്കണേ പടച്ചവനെ. അവർ ഏത് മേഖലയിലായാലും അല്ലാഹുവേ, നിന്റെ കാവലുണ്ടാകണേ പടച്ചവനെ. സർവ്വ ആപത്തുകളിൽ അവരെ കാക്കണേ അല്ലാഹ്. ഒരു വിദ്യാഭ്യാസ മേഖലകളും തൊഴിൽ മേഖലകളിലെല്ലാം നീ ബർക്കത്ത് ചൊരിയണേ പടച്ചവനെ. ബുദ്ധിപൂർവ്വതയും ആരോഗ്യവും നീ നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ ജോലി ചെയ്യുന്ന മഹല്ലുകളിലാവുക അവർക്കൊക്കെ നീ ബർക്കത്ത് ചൊരിയണേ പടച്ചവനെ. എല്ലാ മേഖലകളിലും അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ, ഞങ്ങളുടെ കുടുംബക്കാർ എല്ലാവർക്കും നീ നൽകണേ അല്ലാഹ്.
പടച്ചവനെ ഇതുപോലെ പല മജ്‌ലിസിലേക്ക് ഞങ്ങളെയൊക്കെ വിളിക്കുകയും അവിടെയൊക്കെ നമ്മളോടൊപ്പം വിജ്ഞാന സദസ്സുകളിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അല്ലാഹ്. അവർക്കൊക്കെ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഞങ്ങൾ ഈ മജ്‌ലിസുകളെല്ലാം ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.